കയ്യിലെ വിളക്കണഞ്ഞു പോയോ എന്ന് സംശയിക്കാറുണ്ടോ? എങ്കിൽ വിളക്ക് കയ്യിൽ പിടിച്ച് നടന്നുപോയ ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കാം. അയാളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു, പക്ഷേ ചുറ്റുമുള്ളവരൊക്കെ അയാളെ തട്ടി വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. അന്ന് വളരെയധികം രാത്രിയായി സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടുടമസ്ഥൻ ചെറിയൊരു വിളക്ക് കയ്യിൽ കൊടുത്തു. ആ വിളക്കുമായി അയാൾ മുന്നോട്ട് നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴികളിലൊക്കെ അയാൾക്ക് ആകെയുള്ള സമാധാനം കയ്യിൽ വിളക്കുണ്ട് എന്നുള്ളതാണ്. കാരണം കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അയാൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും എതിരെ വരുന്നവർ അയാളെ തട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കയ്യിൽ വിളക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ തന്നെ ഇങ്ങനെ തട്ടി വീഴ്ത്തുന്നത് എന്ന് അയാൾ ചിന്തിച്ചു. ഇവിടെയാണ് ആ കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു അന്ധനായിരുന്നു. കയ്യിൽ വിളക്കുമായി മുന്നോട്ട് നടക്കുമ്പോഴും അയാൾ അന്ധനായതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലുള്ള വിളക്ക് അണഞ്ഞുപോയത് അയാൾ അറിയുകയുണ്ടായില്ല. ചില സമയങ്ങളിൽ കയ്യിലുള്ള ആ വിളക്കിൽ തിരിയുണ്ടോ എന്ന് സൂക്ഷിക്കണം. അതുമാത്രം അന്വേഷിച്ചാൽ പോരാ, അന്ധത ബാധിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ആ വഴിയിൽ കുറേ നേരം ആ വിളക്ക് കത്തിയിരിക്കാം. അപ്പോഴൊന്നും അന്ധനായിട്ട് പോലും അയാളെ ആരും തട്ടി വീഴ്ത്തിയില്ല. പക്ഷേ വിളക്ക് അണയുമ്പോഴും അന്ധത പടരുമ്പോഴുമാണ് അയാൾ വീണുകൊണ്ടേയിരുന്നത്. ഈ വീഴ്ചയാണ് നമുക്കും സംഭവിക്കാറുള്ളത്. അതിന് നമുക്ക് അയാൾ ആദ്യം നടന്ന വഴി ഒന്ന് തിരിച്ചു നടന്നു നോക്കണം. അന്ധനാണ് എന്ന് സ്വയം അറിയാവുന്ന ഒരാൾ കയ്യിൽ ഒരു വിളക്ക് കൊടുത്തിട്ട് എന്താണ് കാര്യം? എതിരെ വരുന്നവർ അയാളെ തിരിച്ചറിയും എന്നതു മാത്രം. പക്ഷേ ആ സന്ധ്യാനേരത്ത് കാറ്റ് ആഞ്ഞു വീശുന്ന സമയങ്ങളിൽ ആ വിളക്ക് കെട്ടുപോകും എന്നുള്ളത് അയാൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം അയാൾ ഇന്നേ വരെ ഈ പ്രപഞ്ചത്തെ കണ്ടിട്ടില്ല. കാണാതെ പോകുന്നതാണ് പലപ്പോഴും ആ ചെറിയ തെറ്റ് വരുത്തുന്നത്. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്ന് കവി പാടുന്നുണ്ട്. വിളക്ക് കൈവശമുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ആഗ്രഹിച്ചത് നേടാൻ കഴിയാതെ വരാം. പക്ഷേ ജീവിതത്തിന്റെ ഉൾക്കാഴ്ച എന്നുള്ള ആ വിളക്ക് കത്തിച്ചു വെക്കുക. നടന്നു മുന്നോട്ടേക്ക് പോകുമ്പോൾ, അന്ധമായ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും മുന്നോട്ട് നടക്കാനാകും. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഒന്നിലും തട്ടി വീഴാതെ ആഗ്രഹിച്ച ആ ഇടത്ത് എത്താനായി കഴിയും. ദി ജേർണി കണ്ടിന്യൂസ്. താങ്ക് യു.